ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മളുടെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ, ചെട്ടിനാട് ട്രിപ്പിൻ്റെ. സോ ചെട്ടിനാട് ഞങ്ങളന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫ്രൈഡേ മോർണിംഗ് ഒരു 8:30 to 9 അതിനിടയ്ക്കാണ് ഞങ്ങൾ ചെന്നത്. ഇത് ചെട്ടിനാട് മാനൂർ എന്ന് പറയുന്ന ഒരു മാനറിലാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ റൂമിൽ ഞങ്ങൾ 3 പേരും, വേറെ റൂമിൽ 2 പേരുമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഒരു റൂം ടൂർ പോലെ കാണിക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം വലിയൊരു ബെഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതിനുശേഷം അവിടെ ഒരു മിററുണ്ട്. മിററിൽ എനിക്ക് എന്നെ തന്നെ നോക്കിയിട്ട് വല്ലാണ്ടായി. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു വാഷ്റൂമുണ്ട്. വാഷ്റൂമിൽ ഫുള്ള് സ്റ്റെയിൻസ് ആണ് കേട്ടോ. സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെയിൻസ് ആയിരുന്നു ഫുള്ള്. പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ബാത്ത് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാലും ഒക്കെ നമ്മളുടെ ബോഡിയിൽ എന്തോ ഇരിക്കണ പോലെ നമുക്ക് തോന്നും. ഞാൻ ആ മിറർ കാണിച്ചില്ലേ, ആ മിററിനകത്തൊക്കെ ഫുള്ള് സ്റ്റെയിൻസ് ആയിരുന്നു ഹാർഡ് വാട്ടറിൻ്റെ. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് മീൻസ് ഒരു 15 to 20 minutes ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാൻ ഈ ഒരു ബ്ലൂ ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. ആദ്യം പോയപ്പോഴൊക്കെ നല്ല രസത്തിൽ ഒരുങ്ങി സെറ്റൊക്കെ ആയിപ്പോയി. തിരിച്ച് വന്നപ്പോൾ ഉള്ള കോലം എനിക്ക് തന്നെ അറിയില്ല. മുടിയൊക്കെ ആകെ നശിച്ചായിരുന്നു. എനിക്ക് ആ മുടിയുടെ ഇടയ്ക്കോട്ട് കൈ പോലും കയറ്റാൻ പറ്റില്ല, അത്രയ്ക്ക് അഴുക്കായിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ രൂപം എന്ന് പറയുന്നത്. ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ് ഡ്രസ്സ്. അതിനുശേഷം അവിടെ വേറെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. പ്രത്യേകിച്ച് നൈറ്റിൽ അടിപൊളിയാണ് കേട്ടോ അവിടെ ഇരിക്കാനും ഒക്കെ നല്ല രസമാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് അവർ തന്നെ സെർവ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇഡ്ഡലി, സാമ്പാർ, എനിക്ക് തോന്നുന്നു സേമിയ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ 2 വട പോലെ എന്തോ ബജ്ജിയോ എന്തോ, പിന്നെ ഒരു ചമ്മന്തി, അത്രയായിരുന്നു. അങ്ങനെ റെഡിയായി. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ നല്ല കട്ടിക്ക് ഇട്ടിട്ട് ഫുള്ള് ഡ്രൈ ആയ സമയത്തൊക്കെ എനിക്ക് തന്നെ അറിയില്ല, ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ബൈക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണത്തിനകത്ത് ഞങ്ങൾ 3 പേരും, മറ്റേതിനകത്ത് 2 പേരും. അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ ഒരു 12:30 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. സോ വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ വല്ലതും കഴിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ പോയി. അവിടെ വലിയ രീതിക്കുള്ള നമ്മൾ സാധാരണ കാണുന്ന ചെട്ടിനാട് സദ്യ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതായിരുന്നു ശ്രീ രംഗവിലാസം മെസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞാനന്ന് ചിക്കൻ മേടിച്ചില്ല, ഞാൻ ഫിഷാണ് കേട്ടോ മേടിച്ചത്. ചിക്കൻ 2-3 ദിവസം കൂടെ അടുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. വേറെ ആളുകൾ ചിക്കന് മേടിച്ചു. ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ചു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു മെയിൻ ചെട്ടിനാട് പാലസിലാണ്. ഇവിടെയാണ് കണ്ടുകൊണ്ടേയും ഫിലിം ഷൂട്ട് ചെയ്തത്. പിന്നെ മിഴി രണ്ടിലുമുള്ള പാട്ട് ഷൂട്ട് ചെയ്ത്. പക്ഷേ ഇത് ഓപ്പൺ ആയി തന്നില്ല. ഇത് ഞങ്ങൾ അവിടെ കൈ നോക്കിയതാണ് കേട്ടോ. അവിടെ 100 rupees കൊടുത്താൽ കൈ നോക്കി തരും. അപ്പം ഞാൻ വെറുതെ ചുമ്മാ കൈയൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ വന്നത് ഈ ലോട്ടസ് പാലസിലാണ്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ അവിടെ കയറാൻ പറ്റില്ല. അവിടെ കയറണമെങ്കിൽ അവിടെ നമ്മൾ റെസിഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ പറ്റിയില്ല, ജസ്റ്റ് ഞങ്ങളിവിടെ നോക്കി. പിന്നെ ഞങ്ങൾ വന്നത് ഈ ഒരു പാലസിലാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നത് വേർത്താണോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ആർക്കിടെക്ചർ ഇഷ്ടമുള്ളവർക്ക് കാണാനൊക്കെ രസമായിരിക്കും. എനിക്കങ്ങനെ അത്രത്തോളം ഇതൊന്നും എനിക്ക് വലിയ ഇതിനെപ്പറ്റി ഗ്രാഹ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ, ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ അന്നത്തെ കാലത്ത് ഗ്രാനൈറ്റിൽ ഇതൊക്കെ ഈ പില്ലേഴ്സൊക്കെ ചില പില്ലേഴ്സൊക്കെ ഗ്രാനൈറ്റിലായിരുന്നു, ഗ്രാനൈറ്റിനകത്താണോ, അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ ഈ നടുമുറ്റം പോലുള്ള സ്ഥലം, ആക്ച്വലി ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ 1-2 റൂംസ് ആളുകൾ താമസിക്കുന്ന റൂംസാണ്. സോ നമുക്ക് ഒരുപാട് റൂമിലോട്ടുള്ള ആക്സസ് ഒന്നുമില്ല. താഴെ
താഴെ ഞങ്ങൾ ഒരു റൂമിലും കയറിയിട്ടുണ്ടായിരുന്നതാണ്. അവിടെ ഒരു കിച്ചൺ, പിന്നെ അവരെ അരകല്ല്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പഴയ അരകല്ല് ദണ്ട് ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് കാണാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോകുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. അതായത് മുകളിൽ നിന്നും അവിടെ ഒരു കമ്പിവേലി പോലെ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആ നടുമുറ്റം കാണാൻ പറ്റും. ആ ഒരു വ്യൂ അത്യാവശ്യം അടിപൊളിയാണ്. വേറെ അവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് കാണാനായിട്ട് എനിക്കൊന്നുമില്ല. മറ്റൊരു സൈഡിലും ബ്ലാങ്ക് ആണ് ആക്ച്വലി. അതുപോലെ തന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു വ്യൂ ആണ് അവിടെ നമുക്ക് വർത്ത് എന്ന് തോന്നിയത്. ബാക്കിയെല്ലാം നോർമൽ തന്നെ. ഇവിടെയുള്ള പാലസൊക്കെയാണ് കുറച്ചുകൂടെ കാണാനൊക്കെ രസമുണ്ടെന്ന് തോന്നി. പിന്നെ ഇവിടെ നിന്നിട്ട് ഈ ഒരു നടുമുറ്റത്ത് നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ അതൊരു ഭംഗിയായിരിക്കും. അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. സോ ആ ഒരു പാലസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്ന് അടുത്ത് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പാലസ് പോലൊരു സംഭവം കണ്ടത്. ഐ മീൻ അവിടുത്തെ ഓരോ ഹൗസസ് ആയാലും എന്തിൻ്റെ ആയാലും എൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതാണ് അവിടുത്തെ മെയിൻ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ കുളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബൈക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോയി ഇതാണ് നമ്മൾ മുന്നേ കണ്ട ലോട്ടസ് പാലസ്. അവിടുന്ന് പിന്നെ പെട്രോളൊക്കെ അടിച്ച്, നല്ല മൈലേജുള്ള വണ്ടിയാണ്, അതുകൊണ്ട് ഒരുപാട് പെട്രോളൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ പോയത് ഒരു ടൈൽ മേക്കിംഗ് ഫാക്ടറിയിലോട്ടാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതുകൊണ്ടാണോ വഴി തെറ്റിയോണ്ടാണോ ഒന്നും അറിയില്ല, ഒരു 45 to 1 hour ഞങ്ങൾ ട്രാവൽ ചെയ്തതും ഒരു കാടിനുള്ളിനിടയ്ക്കുള്ളൊരു വഴി കൂടാണ്. 2 സൈഡും മൊത്തം വിജനത ഇങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈ ആണോ കാടാണോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെറിയ ഫാക്ടറീസൊക്കെ കണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന പോലെ കുറച്ച് ഫാക്ടറീസൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ബാക്കിയെല്ലാം ആരുമില്ലാത്ത ഒരാളെ പോലും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ വന്നത് ഒരു ടൈൽ മേക്കിംഗ് ഫാക്ടറിയിലാണ്. ചെട്ടിനാട് ടൈൽസ് ഭയങ്കര ഫേമസ് ആണല്ലോ. സോ അത് മേക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലോട്ട് ഞങ്ങൾ വന്നു. അവിടെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് ചില വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു, 100 രൂപ കൊടുത്താൽ അവർ ടൈൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരുമെന്ന്. ഇവിടെ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. അവർ വെറുതെ നമ്മൾ ചെന്ന് കാണാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ പറയും വായോ വന്നുകൊണ്ട് നമുക്ക് മേക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരും. പിന്നെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കയറിയാലും അവിടെ എത്ര പേരുണ്ടോ അവരെല്ലാവരും നമ്മളോട് പൈസ വയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നമ്മൾ കയറിയിട്ട് ഇറങ്ങിയപ്പം എല്ലാവരും അവിടെ ഏകദേശം ഒരു 5 to 6 people ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളടുത്ത് ചോദിച്ചു ചായ കുടിക്കാൻ എന്തെങ്കിലും തരുമോ, അങ്ങനെയൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും മണി വേണം, അത് എസെൻഷ്യലാണ്. ഇത് ഞങ്ങൾ ടൈല് മേക്ക് ചെയ്യുന്ന കേട്ടോ. അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. സോ നമ്മൾ ജസ്റ്റ് ചുമ്മാ ചെയ്തു. അവർ പറയും ദോശമാവ് ഊത്തുന്ന പോലെ ഊത്താൻ. അങ്ങനെ ഈ ഒരു ടൈലിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നടുക്ക് ബ്ലൂ വരും, പിന്നെ 2 സൈഡിൽ വൈറ്റ് വരും. അപ്പോൾ ഈ വൈറ്റ് ഞാൻ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയുള്ള വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബാക്കി പ്രോസസ്സെല്ലാം അവർ തന്നെ കണ്ടിന്യൂ ചെയ്തു. നമുക്കവിടെ വേറെ വലിയ പിന്നെ സിമെൻ്റാണ്. അവർ കൈ കൊണ്ടൊക്കെ ഈ സിമെൻ്റ് എടുക്കുമ്പം എന്തോ ഒരു ചൂടായിരിക്കും. എന്തായാലും അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വഴിയെ ഇങ്ങനെ അലോവേറ കണ്ടത്. ഈ അലോവേറ ഇപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പോൾ ഞാൻ കുഴിച്ച് വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ട് ഇവിടുന്ന് അലോവേറ വെച്ചാൽ നല്ല കനത്തിലൊക്കെ അലോവേറ വളർന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പാലസിൽ വന്നു. പക്ഷേ ആരും പാലസിൽ കയറാനായിട്ട് റെഡി ആയിരുന്നില്ല. കാരണം മറ്റേ പാലസിൽ കയറിയിട്ട് തന്നെ അങ്ങനെ വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു പാലസ് ഞങ്ങൾ ജസ്റ്റ് പുറമേ നിന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്
എബൌട്ട് 60 റുപ്പീസാണ്. പിന്നെ ഒരാൾക്ക് അത്രയും പൈസ കൊടുത്ത് കയറുന്ന വേർത്താണെന്ന് ആർക്കും തോന്നിയില്ല. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ വന്നപ്പോൾ 4:30 to 5 അതിനിടയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് പൊട്ടി, കടിച്ച് പൊട്ടിച്ചില്ല, ഡ്രൈ ആയിട്ട് പൊട്ടി, ഡള്ളായി, ടയേർഡായി, എക്സോസ്റ്റഡായി. പിന്നെ നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് 2 ചായ കുടിക്കണം. ഒരു ചായ കുടിച്ചാൽ മതി. ഒരു ചായ കുടിക്കണം. ബാക്കി പിന്നെ പറയാം. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കിട്ടി. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചായ നമ്മൾ ചോദിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കൂടെ ചായ വേണമെങ്കിൽ എടുത്ത് തരുള്ളൂ. അതിനുശേഷം പിന്നെ ഈവനിങ് ഞങ്ങൾ പുറത്തിറങ്ങി. ഈവനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആയാലും പീക്കോക്കൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ടായാലും ഭയങ്കര രസമാണ്. നല്ല തണുപ്പും ഒക്കെയാണ് ഈ ഒരു പ്ലേസിൽ. എനിക്കറിയില്ല, ഒരുപാട് അവർക്ക് സ്പേഷ്യസ് ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് അവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തതാണ് ഈവനിങ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു ചപ്പാത്തിക്ക് 25 റുപ്പീസാണ് അവർ പറഞ്ഞിരുന്നത്. സോ നമ്മൾ വിചാരിച്ചു സ്വിഗ്ഗി ഓർഡർ ചെയ്യാമെന്ന്. അതായപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ബിരിയാണിയും കഴിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്വിഗ്ഗി ചേട്ടൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വൈകുന്നേരം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തി. രാവിലെ മുകളിലൊന്നും പോകാനും ഒന്നും കാണാനും ഒന്നും സമയം ഉണ്ടായിരുന്നില്ലല്ലോ. സോ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ ഒന്ന് നടന്നിട്ട് പിന്നെ മുകളിലോട്ട് പോവാമെന്ന്. പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. പ്ലീസ് ഈ നമ്മൾ മോർണിംഗ് കാണുന്ന ഒരു സ്ഥലമല്ല ഈവനിങ് ഭയങ്കര രസമാണ്. അന്ന് ഞങ്ങൾക്ക് കുറച്ചൊരു മഴയും കൂടി കിട്ടിയിട്ടുണ്ട്. സോ തണുപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി. അപ്പോൾ അവൾ സൈക്കിൾ പഠിക്കുകയാണ്. അപ്പോൾ അവൾ സൈക്കിൾ അറിയില്ല. അപ്പോൾ അവളെ ഹെൽപ്പൊക്കെ ചെയ്തു. പക്ഷെ അവൾ പെട്ടെന്ന് പഠിച്ചു. അവിടെ ഒരുപാട് സൈക്കിളുണ്ട് കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ അതെടുത്ത് റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വേറെ വലിയ പണിയൊന്നും ഇല്ലാണ്ട് ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ലേഡി ബേർഡ് ഉണ്ട്, ബോയ്സിൻ്റെ സൈക്കിളുണ്ട്, അങ്ങനെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ എടുത്തുകൊണ്ട് ഈ പാലസ് അല്ല, ഈ മാനർ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മളുടെ ബാക്കിലെ ആ ഒരു വ്യൂ. അതിനുശേഷം ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോലൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നത്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കിച്ചണൊക്കെ അവിടെ സൈഡിലുണ്ട്. ഇതാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഒരു വാസ്റ്റ് പ്ലേസ് കാണാൻ പറ്റും. നല്ല രസമാണ്. ഇതാണ് ആ പ്ലേസ്. നമ്മൾ താഴ്ന്ന ഹാളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല സ്പേഷ്യസ് ആണ്. നടക്കാനും ഒക്കെ നല്ല രസമാണ്. ഇവിടുന്ന് താഴെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കിടപ്പുണ്ട്. അടിപൊളി ലൈറ്റാണ്, ഭയങ്കര രസമാണ് ആ ലൈറ്റ്. ആ ലൈറ്റിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ലൈറ്റും പിന്നെ മുകളിലത്തെ ആ ഇൻറ്റീരിയറും അതൊക്കെ നല്ല ഭംഗിയാണ്. ആക്ച്വലി ഇത് പഴയ പാലസ് അല്ല, ഒരു പുതിയ പാലസ് പഴയ രീതിയിൽ പണിഞ്ഞുണ്ടാക്കിയതാണ്. മീൻസ് എന്താ പറയുക, കമ്പിയും കട്ടയൊക്കെ വെച്ചിട്ട് തന്നെ പണിഞ്ഞ ഒരു പാലസ് തന്നെ. സിമെൻ്റൊക്കെ തന്നെയാണ്. പണ്ടത്തെ പാലസിൽ സിമെൻ്റ് ആയിരിക്കില്ലല്ലോ, അവർ വേറെ മെറ്റീരിയൽസ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബിൽഡിങ്. പക്ഷേ നമുക്ക് കാണുമ്പോഴൊക്കെ പഴയ പാലസ് പോലെയും ആ ഒരു ഫീലിങ്ങും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹോളോ ബ്രിക്സ് അല്ല, മറ്റേ ചുടുകട്ട വെച്ചിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പാലസൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. രാവിലെ എഴുന്നേൽക്കണം, സാരി കൊടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ 3 മണിക്ക് ചെക്ക് ഔട്ടും ചെയ്യണം.
അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.